അഞ്ചാമത് ലോക കേരള സഭ 2026 ജനുവരി 29, 30, 31 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 29 വൈകുന്നേരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുയോഗവും തുടർന്ന് ഭാരത് ഭവൻ്റെ നേതൃത്വത്തിൽ കലാപരിപാടിയും സംഘടിപ്പിക്കുന്നതാണ്. 2026 ജനുവരി 30, 31 തീയതികളിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സഭാ നടപടികൾ സംഘടിപ്പിക്കുന്നത്. ലോക കേരള സഭ, ഒന്നാം ലോക കേരള സഭ നടക്കുമ്പോൾ ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഇന്ന് 5ലേക്ക് എത്തുമ്പം 25-ൽ നിന്ന് 125 രാജ്യങ്ങളിലേക്ക് പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ കോണിലും മലയാളിയുണ്ട്. ഇപ്പോൾ 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ ലോക കേരള സഭയിൽ ആളുകൾ പങ്കെടുക്കുന്നത്. 152 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഈ സഭയിൽ പങ്കെടുക്കുന്നത്. ലോക കേരള സഭക്കകത്ത് പല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ നോർക്ക് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് അത്തരമൊരു നിർദ്ദേശമായിരുന്നു സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ, പ്രവാസി മിഷൻ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്കുകൾ. ഇതോടൊപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. കൂടാതെ നോർക്ക വകുപ്പിൻ്റെ കീഴിലുള്ള ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ലിമിറ്റഡിൻ്റെ ഷെർപ്പ എന്ന നിക്ഷേപ പ്രോത്സാഹന പോർട്ടലിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. 5ാം ലോക കേരള സഭയോടനുബന്ധിച്ച് ജനുവരി 30 വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ശ്രീ രവി രാമൻ, ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ MA യൂസഫ് അലി, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ശ്രീ മുരളി തുമ്മാരുകുടി, ഡോക്ടർ ഇരുദയ രാജൻ, ഒപ്പം വിദ്യാർത്ഥി പ്രതിനിധികളും ഇതിൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 8 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 7 മേഖലാ സമ്മേളനങ്ങളും ജനുവരി 30 2 മണി മുതൽ 6 മണി വരെ സംഘടിപ്പിക്കുന്നതാണ്. സമ്മേളനത്തിൽ മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, വിഷയ വിദഗ്ധർ, MLA മാർ എന്നിവർ പങ്കെടുക്കുന്നത് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ. അപ്പോൾ 8 ടോപ്പിക്കുകളെ കുറിച്ചുകൂടെ പരാമർശിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പ്രസ് മീറ്റിൻ്റെ നോട്ട് നൽകിയതാണ്, എന്നാലും ഞാനിവിടെ വായിക്കാം. പ്രവാസി ഭരണ നിർവഹണം, നവീകരണ സാധ്യതകളും പരിഷ്കാരങ്ങളും, വിദേശ തൊഴിലവസരങ്ങളും സുരക്ഷിത കുടിയേറ്റവും, മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ, നവതൊഴിൽ മേഖലകൾ, തൊഴിൽ കരാറുകൾ, വിദ്യാർത്ഥി കുടിയേറ്റം, ഭാവിയും വെല്ലുവിളികളും 3. 4-മത്തെ സ്ത്രീ കുടിയേറ്റം, പുതിയ പ്രവണതകൾ. 5 പ്രവാസി നിക്ഷേപവും സംരംഭകത്വവും, നവീകരണ വൈവിധ്യവൽക്കരണ സാധ്യതകൾ. 6 പുതുതലമുറ പ്രവാസവും വിജ്ഞാന നൈപുണ്യ വിനിമയ സാധ്യതകളും. 7 പ്രവാസി പുനരധിവാസ ക്ഷേമ പദ്ധതികളുടെ ഭാവിയും സുസ്ഥിര സാമ്പത്തിക മാതൃകയുടെ ആവശ്യകതയും. 8 കേരളീയ കലാ സാഹിത്യം ഭാഷാ പ്രചരണത്തിൽ പ്രവാസി മലയാളി സംഘടനയുടെ പങ്ക്. ഇതാണ് 8 ടോപ്പിക്കുകൾ ഈ ലോക കേരള സഭയ്ക്ക് ഡിബേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഒപ്പം മേഖലാ വിഷയങ്ങളുണ്ട്. ഗൾഫ്, ഏഷ്യ പസഫിക്, യൂറോപ്പ്, UK, അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊപ്പം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയം തിരികെ എത്തിയ പ്രവാസികളുടെ പ്രശ്നവും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ 2018 ആദ്യ സഭയിൽ നേരത്തെ പറഞ്ഞ നമ്പറിനകത്തൊരു തെറ്റുണ്ട്. 35 രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ 5ാമത് സഭയിലേക്ക് എത്തുമ്പം 125 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ലോക കേരള സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളത്. സഭയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ കാലഘട്ടം കൂടിയാണിത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ആളുകൾ എത്തിയിട്ടുണ്ട്. അത് അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ചർച്ച അവിടെ വരെ ഉയർന്നു വന്നിരുന്നു. വിദേശകാര്യ വകുപ്പിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് അധികരിച്ച് ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുകയും അതുപ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം മാതൃകകൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൽ
പ്രവാസി പ്രതിനിധികൾ ഉന്നയിച്ച ശുപാർശകളിൽ നടപ്പാക്കാൻ സാധ്യമായ 28 ശുപാർശകൾ 4ാം ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും പ്രസ്തുത നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു.